ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ്. കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/4 കപ്പ് പാല് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് കാണിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്നാണ് കേട്ടോ ഈ 1/4 കപ്പ് പാലെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ 1 ലിറ്ററാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്തിയാൽ മതി. അതിട്ടിട്ട് നന്നായിട്ട് തന്നെ കട്ടകളില്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പാല് ഒരു പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ചൂടായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും ചേർത്ത് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തി കൊടുത്താൽ മതി. അങ്ങനെ ഏകദേശം പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടിൻ്റെ പാലിൻ്റെ ആ കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഇളക്കി ഇട്ട് കൊടുക്കണം, കട്ട പിടിക്കരുത്. അങ്ങനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡിനൊക്കെ ഒരു മഞ്ഞ കളറാവുമല്ലോ, അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് കേട്ടോ ഇതിലേക്ക് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിന്ന് വെച്ചിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ ഒരു നിർബന്ധമില്ല അത് ചേർത്തണം എന്നുള്ളത്. പിന്നെ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്തിയാൽ മതി. പിന്നീട് ഇത് ചേർത്തി എഴുതിയിട്ട് ഈ പാലിലേക്ക് ഈ മഞ്ഞളുടെ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും പാടെ തിളപ്പിച്ചിട്ട് ഏകദേശം ഇതുപോലെ ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കുന്ന സമയത്ത് ഒന്നും പാടെ ഒന്ന് കട്ടിയാവും. നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫ്രൂട്ട്സുകൾ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 തരം മുന്തിരി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പൂവൻപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരിപ്പൊടിൻ്റെ പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും പാടെ ചേർത്തി കൊടുക്കാം. എന്നിട്ടിത് മിക്സിയിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉള്ള ചേരുവകൾ വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഫ്രൂട്ട് സലാഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ തയ്യാറാക്കിയ ഈ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.